ഇന്റർനെറ്റിന്റെ ഏറ്റവും നിഷ്കളങ്കമായ ഭാഗം എന്താണ്? ഇതിനൊരു ഉത്തരമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ സഹോദരൻ ഫ്രാങ്ക് കഴിഞ്ഞ വർഷം അദ്ദേഹം തന്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ വാങ്ങി. ഞങ്ങളതിൽ യൂട്യൂബ് സെറ്റ് ചെയ്ത് നൽകി. പക്ഷേ യൂട്യൂബ് എന്തിനാണെന്ന് അദ്ദേഹം മുഴുവനായി തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ തോന്നൽ യൂട്യൂബ് പേരുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ വീഡിയോ മെസ്സേജ് അയക്കാനുള്ളതാണെന്നാണ്. ഞാൻ പലതവണ വിശദീകരിച്ചെങ്കിലും അദ്ദേഹം ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോഴും ആംഗിൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ പബ്ലിക് എന്നതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം അത് കുടുംബത്തിലെല്ലാവരും മാത്രം എന്ന് മനസ്സിലായതുപോലെ സമ്മതിച്ചു. അതിനുശേഷം നടന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. അടുത്ത കുറച്ച് ആഴ്ചകളിൽ അദ്ദേഹം 40ഓളം വീഡിയോസ് ഷൂട്ട് ചെയ്തു. കുടുംബക്കാർക്കായി വ്യക്തിഗത സന്ദേശങ്ങൾ. കിച്ചൺ ടോപ്പിൽ ഫോൺ ക്യാമറ വെച്ച് അദ്ദേഹം സീരിയസ് ആയി കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ജിമ്മി, ഞാൻ നട്ട തക്കാളി നന്നായി വളർന്നു വരുന്നുണ്ട്. അമ്മൂമ്മ ഇത് കണ്ടിരുന്നെങ്കിൽ സന്തോഷമായേനെ. 10 മിനിറ്റോളം അദ്ദേഹം പാചകം ചെയ്യുന്നതിനോടൊപ്പം തോട്ടത്തിലെ കാര്യമൊക്കെ സംസാരിക്കും. ബാത്റോബ് ധരിച്ചുകൊണ്ട് ഭക്ഷണമുണ്ടാക്കുന്ന വീഡിയോകൾ ലോകമെങ്ങുമുള്ള അന്യന്മാർ കണ്ടുനിന്നു. അല്ലെങ്കിൽ ഗാരേജിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ. ബോബി, നമുക്ക് അച്ഛൻ റെഞ്ച് ഉപയോഗിക്കാൻ പഠിപ്പിച്ച ട്രിക്ക് ഓർമ്മയുണ്ടോ? ഞാനത് ഇന്ന് പരീക്ഷിച്ചു. ആ ബോബിയുടെ അച്ഛൻ 15 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയതാണ്. വീഡിയോയുടെ അവസാനം ഒരു കത്തിലെന്ന പോലെ സൂസനോടും കുട്ടികളോടും ഞാൻ അന്വേഷിച്ചതായി പറയൂ. ഈ സന്ദേശം നന്നായി എത്തട്ടെ. ഞാൻ കരുതി ഒരിക്കൽ കൂടി യൂട്യൂബ് അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോ എനിക്ക് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന്. പക്ഷേ അദ്ദേഹം പഴയതുപോലെ തന്നെ തുടരുകയായിരുന്നു. ഒരു ദിവസം കസിൻ മെസ്സേജ് അയച്ചു. ചേട്ടാ, ഫ്രാങ്ക് ആങ്കിൾ സെലിബ്രിറ്റിയാണോ? ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ 30,000 സബ്സ്ക്രൈബേഴ്സ്. ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ ഗ്രാൻഡ് പാ ഫ്രാങ്ക് എന്ന് വിളിച്ചു. പലവിധ ഉപദേശങ്ങളും ചെടി പരിചരണത്തെക്കുറിച്ചും ചോദിച്ചു. ഒരു ലീക്ക് ആകുന്ന പൈപ്പ് നന്നാക്കുന്ന വീഡിയോക്ക് മാത്രം 50,000 വ്യൂസ്. പിന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, എല്ലാ കമന്റുകൾക്കും ആംഗിൾ ഉത്തരം നൽകുന്നു. അദ്ദേഹം കരുതുന്നത് എല്ലാവരും താൻ മറന്നുപോയ അകന്ന ബന്ധുക്കളാണെന്നാണ്. ഒഹായോയിൽ നിന്നുള്ള മൈക്കിന് നന്ദി. അമ്മയോട് ഞാൻ അന്വേഷിച്ചതായി പറയണം കേട്ടോ. അതെ, ആ ടേപ്പ് എല്ലാത്തിനും ഉപയോഗിക്കാം. ടെക്സാസിലെ റേച്ചൽ, നിന്നെ ഓർമ്മയുണ്ട്? കോളേജ് എങ്ങനെയുണ്ട്? അമ്മൂമ്മ പറഞ്ഞിരുന്നു നിനക്ക് നല്ല ബുദ്ധിയാണെന്നു. കമന്റ് ചെയ്യുന്നവരും അതിനനുസരിച്ച് പെരുമാറുന്നു. ടൊമാറ്റോകളെ കുറിച്ച് ചോദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു, ഉത്തരം തേടുന്നു. അദ്ദേഹം ഇപ്പോഴും കരുതുന്നത് എല്ലാവരും അകന്ന ബന്ധുക്കളാണെന്നാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എന്നെ വിളിച്ചു. യൂട്യൂബിൽ നിന്നും എനിക്ക് $3,200 ചെക്ക് വന്നു. ഇത് വല്ല തട്ടിപ്പുമാണോ? അവരെന്തിനാ എനിക്ക് പണം അയക്കുന്നത്? അദ്ദേഹം അറിയാതെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചു. ഓക്കേ, അങ്ങനെ പറയൂ. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനു പണം കിട്ടുന്നത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ അദ്ദേഹം കുടുംബസംഗമത്തിന്റെ പ്രത്യേക വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ കാണുന്നവർ ലക്ഷങ്ങളാണെന്ന് ഇന്നും അദ്ദേഹത്തിന് അറിയില്ല. ആങ്കിൾ ഇപ്പോഴും എല്ലാ ചൊവ്വാഴ്ചയും കാപ്പി ഉണ്ടാക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു.